നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണോ അതോ കല്യാണം കഴിഞ്ഞവരാണോ? ആരായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ആ മണിയറ റൂം എല്ലാം കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും കൂടിയിട്ട് അലങ്കാരത്തിൻ്റെ ഒരു പുടവയൊരുക്കിയിട്ടായിരിക്കും മണിയറ റൂം ഉണ്ടാകുക അല്ലേ? നല്ല സുന്ദരമായിട്ടുള്ള മണിയറ റൂം, എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ടാക്കി നല്ല റാഹത്തുള്ള മണിയറ റൂം ഒരുക്കും. ആ മണിയറ റൂമിലേക്ക് അങ്ങ് വെക്കുമ്പോൾ ഈ വധൂവരന്മാർ, മണവാട്ടിയും മണവാളനും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിക്കാഹ് കഴിഞ്ഞ് തൻ്റെ ഇണയെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ആദ്യ രാത്രിയിൽ തൻ്റെ പ്രിയതമയുടെ തലയിൽ മൂർദാവിൽ കൈവച്ചുകൊണ്ട് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ബാറക്കല്ലാഹു ലിക്കുല്ലി വാഹിദി മിന്നാ ഫീ സ്വാഹിബിഹി എന്ന ദിക്ർ ചൊല്ലിയാൽ അവരുടെ ജീവിതം അതിസുന്ദരമാവും. 1400 വർഷങ്ങൾക്ക് മുമ്പ് പുന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ നമ്മളിത്? മഹാനവറുകളുടെ പുത്രിയായ ഫാത്തിമ ബീവിയും 4ാം ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർ കാണിച്ചു തന്ന ആ ദാമ്പത്യ ജീവിതം നമ്മളും ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ എത്ര സുന്ദരമാവും നമ്മുടെ ദാമ്പത്യ ജീവിതം. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലാതെ ഹറാമായ കാര്യങ്ങൾ അത് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അത് ചിന്തിച്ചിട്ടാണോ, അത് പ്രവർത്തിച്ചിട്ടല്ലല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. നമ്മൾ ഇന്നും നാളെയും വേണ്ടിയിട്ട് മാത്രം ഒരുങ്ങുന്നതല്ലല്ലോ ഈ കല്യാണ ജീവിതം. മരിക്കുന്നത് വരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും സഹായിച്ചിട്ടും പൊരുത്തപ്പെട്ടു പോകേണ്ട ഒരു കാര്യമാണല്ലോ വിവാഹം എന്നത്. അത് ഫസ്റ്റ് തന്നെ സുന്ദരമാക്കിയാൽ ഒടുക്കം വരെ അത് സുന്ദരമായിട്ട് തന്നെ നിലനിൽക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം വലിയ ബർക്കത്തുള്ള ദാമ്പത്യ ജീവിതമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.